നമസ്കാരം. ഞാൻ കാവാലം ശശികുമാർ. അയ്യേ, പിണറായി വിജയൻ ഈ മുഖം ചേരില്ല. മാത്രമല്ല, ഇത് മുഖംമൂടിയാണെന്ന് തോന്നുകയും ചെയ്യും. ഒറ്റ കേൾവി തോന്നും നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന്. പക്ഷെ അതല്ല. പറയാം, കൃത്യമായി പറഞ്ഞു തരാം. പറഞ്ഞു വരുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ മാസപ്പടി കേസാണ്. മാസപ്പടി കേസ് എന്നാണോ ഇതിനെ വിളിക്കേണ്ടത്? കള്ളപ്പണ കേസ് എന്നാണോ വിളിക്കേണ്ടത്? കരിമണൽ കേസ് എന്നാണോ വിളിക്കേണ്ടത്? എന്താണ് വിളിക്കേണ്ടതെന്ന് നിശ്ചയമില്ല. ആ തരത്തിൽ ആ കേസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് പല തലത്തിലേക്ക്. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, കരിമണൽ കർത്തായുടെ സ്ഥാപനമായ CMRL, അതിൽ കള്ളപ്പണ കേസിൽപ്പെട്ടിരിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ ഭാഗമായി നിന്ന് അതിന് സേവനം ചെയ്യാതെ അവിടെ നിന്ന് വാങ്ങിയ പണം അത് കള്ളപ്പണത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ വന്ന സമയത്ത് ആ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയായി തീർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഈ കേസ് അന്വേഷിച്ച് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തമാകുന്ന കാര്യം, ഈ കേസിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം വരെ എത്തിയിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലെ ചില വിശദീകരണങ്ങളുണ്ട്. ആ വിശദീകരണങ്ങൾ സംബന്ധിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. ആ വിശദീകരണങ്ങൾ എന്തിനായിരുന്നു? ആരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണോ? അതോ ആരെയെങ്കിലും രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണോ? അതോ കുറ്റസമ്മതമാണോ? അതോ ഈ കേസിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണോ? എന്തൊക്കെയാണെന്നുള്ള കാര്യം വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, CPMൻ്റെ നേതാവ്, അദ്ദേഹം നടത്തിയ ചില കാര്യങ്ങൾ, അതിലെ ചില വസ്തുതാപരമായ ചില പിശകുകളും ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. പറയാം. ഈ കേസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പല കാര്യങ്ങളാണ്. ഒന്ന്, വീണ വിജയൻ ഈ കേസിൽ കുടുങ്ങിയിരിക്കുന്നു. ഒന്ന്. രണ്ട്, വീണ വിജയൻ മാത്രമല്ല, ഭർത്താവ് മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കൈകളിലും വിലങ്ങ് വീഴുവാനുള്ള സാധ്യതകൾ ഇല്ലാതെ ഇല്ല. മൂന്ന്, ഉറപ്പായും പിണറായി വിജയന്റെ പേരിലും ഈ കേസിന്റെ അന്വേഷണം എത്തിച്ചേരും എന്നുള്ളത് സംശയം. നാല്, സ്വാഭാവികമായും CPM എന്ന പാർട്ടിയും ആ പാർട്ടിയുടെ ആസ്ഥാനമായ AKG സെന്ററും ഈ കേസിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അഞ്ച്, ഈ കേസ് അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടും. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് പിണറായി വിജയന്റെ വിശദീകരണങ്ങൾ വന്നിരിക്കുന്നത്. വിശദീകരണങ്ങൾ അത് ന്യായീകരണങ്ങളാണ് എന്നതാണ് വാസ്തവം. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം അതിൽ ഇപ്പോഴും ദുരൂഹതകൾ ഉണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒന്ന്, മകൾ വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുവാനുള്ള ഒരു സാധ്യത തുറക്കുകയായിരുന്നു ഈ പത്രസമ്മേളനത്തിലെ ഈ വെളിപ്പെടുത്തലുകളും വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും കൂടി. ഒരു മകൾക്ക് വേണ്ടി അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനകത്ത് തെറ്റില്ല, അത് സ്വാഭാവികമാണ്, ചെയ്യേണ്ടതാണ്. പക്ഷേ ചെയ്ത രീതി ശരിയായിട്ടില്ല. അവിടെയാണ് ഈ പരിശ്രമങ്ങളിൽ വീണ വിജയനെ രക്ഷിക്കാൻ വേണ്ടിയായി തീരുമോ, അതോ അത് കൂടുതൽ ഈ കേസിൽ സാങ്കേതികമായി അന്വേഷണ ഏജൻസികൾക്ക് സഹായകമായി തീരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ന്യായീകരണങ്ങൾ നോക്കാം. ഒന്ന്, ഞാനും എൻ്റെ മകളും കുടുംബവും ഒരു തരത്തിലുള്ള ഹവാല ഇടപാടിലും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് കൈകൾ ശുദ്ധമാണെന്നാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. ആരാണ് പറഞ്ഞത് വീണ വിജയൻ ഹവാല ഇടപാട് നടത്തിയെന്ന്? ആരാണ് പറഞ്ഞത് പിണറായി വിജയൻ ഹവാല ഇടപാട് നടത്തിയെന്ന്? ആരും പറഞ്ഞില്ലല്ലോ. അന്വേഷണ ഏജൻസി പറഞ്ഞിട്ടില്ല. അങ്ങനെ അന്വേഷണ ഏജൻസി വീണ വിജയനോ പിണറായി വിജയനോ ഹവാല ഇടപാടിൽ ഏർപ്പെടുത്തതായിട്ട് പറഞ്ഞിട്ടില്ല. അവരുടെ പ്രസ്താവനയിൽ പോലും ആ തരത്തിൽ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഈ ഹവാല ഇടപാട്? എന്താണ് ബിനാമി ഇടപാട്? ഇവിടെ നടന്നിരിക്കുന്നത് ബിനാമി ഇടപാടാണ്, ഹവാല ഇടപാടല്ല. ഹവാല ഇടപാടെന്ന് പറയുന്നത് പണത്തിന്റെ വിതരണമോ പണത്തിന്റെ വിനിയോഗമോ, അതാണ് ഹവാല ഇടപാട്. പക്ഷേ ബിനാമി എന്നത് അങ്ങനെയല്ല. ബിനാമി സ്വത്ത് സമ്പാദനമാണ്. ഹവാല നികുതി വെട്ടിച്ചും നിയമം ലംഘിച്ചും പണം അയക്കുകയോ പണം മറ്റൊരാളിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്ന സംവിധാനമാണ് ഹവാല. പക്ഷേ ബിനാമി ഇടപാട് അങ്ങനെയല്ല. കള്ളപ്പണം ഉപയോഗിച്ച് വസ്തു വാങ്ങുക, വീട് വാങ്ങുക, സ്വത്ത് വാങ്ങുക, കമ്പനിയുടെ ഓഹരികൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടിലും കള്ളപ്പണം ഇടപാടുണ്ട്, രണ്ടിലും നികുതി വെട്ടിപ്പുകളുണ്ട്, രണ്ടും രാജ്യദ്രോഹമാണ്, രണ്ടിലും ഫെമ നിയമ ലംഘനങ്ങളുണ്ട്, രണ്ടിലും PMLA ആക്ട് ബാധകമാണ്. അത് വാസ്തവം. പക്ഷേ ഇവിടെ ഹവാല എന്നുള്ളതല്ല പ്രധാനം, ബിനാമിയാണ്. ഹവാല നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലയോ എന്നുള്ള കാര്യം വെറുതെ ന്യായീകരിച്ചിട്ട് അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഒരു ഭാഗം. രണ്ടാമത്തെ കാര്യം, ഈ കേസിൽ എൻ്റെ മകളായതുകൊണ്ടാണ് വീണ വിജയൻ വേട്ടയാടപ്പെടുന്നത് എന്നാണ് പുതിയൊരു ന്യായീകരണം. അതൊരു ഇരവാദമാണ്. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ലല്ലോ. മറ്റൊന്നു കൂടി അടുത്ത് പറയുന്നുണ്ട്. ഇതിൽ പറയപ്പെടുന്ന പണം വലിയ തുകയൊന്നുമല്ല, ചെറിയ തുകയാണ്. അതും ഈ പിണറായി വിജയൻ പറയുന്നുണ്ട്. എൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ് ED ഈ തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതെന്നും ന്യായീകരിക്കുന്നുണ്ട്. അതൊന്ന് വിശദീകരിക്കാം.
വാസ്തവത്തിൽ കറക്റ്റാണ്. ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും കറക്റ്റാണ്. പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രമാണ്, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രമാണ് കരിമണൽ കർത്ത CMRL വീണ വിജയന് ജോലി കൊടുത്തത്, ചെയ്യാത്ത ജോലിക്ക് ശമ്പളം കൊടുത്തത്, ചോദിച്ച അതിനേക്കാൾ കൂടുതൽ പണം കടം കൊടുത്തത്. ഈ കാര്യമെല്ലാം ഈ ശശിധരൻ കർത്ത തന്നെ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് വീണ വിജയന് ഈ ജോലി കൊടുത്തത് എന്ന് കൃത്യമായി അദ്ദേഹം അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ ന്യായീകരണത്തിനകത്ത് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, വാസ്തവത്തിൽ അത് അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പരിഗണന ആണ് ഈ കേസ് അന്വേഷണത്തിന് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതേ പരിഗണനയാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പരിഗണനയാണ് ഈ കടം കൊടുക്കുവാനും ഈ എടുക്കാത്ത ജോലിക്ക് ശമ്പളം കൊടുക്കുവാനും ഒരു കമ്പനിക്ക് പ്രേരണയായത് എന്നത്. ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അത്ര വലിയ തുകയല്ല എന്നാണല്ലോ മറ്റൊരു വാദമുള്ളത്. അത്ര വലിയ തുകയല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു മുൻ മുഖ്യമന്ത്രിയുടെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പോലെയുള്ളൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നിസ്സാര തുകയായിരിക്കാം. പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് നിസ്സാര തുകയല്ല. കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുവരെ കിട്ടിയിരിക്കുന്ന തെളിവനുസരിച്ചാണ് 22.85 കോടി രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. അത് ചെറിയ തുകയാണോ? അല്ല, ഇനിയിപ്പോൾ അത് ചെറിയ തുക ആയിക്കോട്ടെ, 1 രൂപയാണെങ്കിലും ശരി, ഈ തരത്തിലുള്ള കൃത്രിമ ഇടപാടുകൾക്ക് വേണ്ടിയിട്ട് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ, കള്ളപ്പണ ഇടപാടിൽ ലഭിച്ചിരിക്കുന്ന തുകയിൽ നിന്നുള്ളൊരു വിഹിതമാണ് പങ്കുപറ്റിയിരിക്കുന്നതെങ്കിൽ അത് കൃത്യമായ രാജ്യദ്രോഹമാണ്, അത് കള്ളപ്പണ ഇടപാട് തന്നെയാണ്, അത് അന്വേഷണ വിധേയമാണ്, അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം, ED പത്രക്കുറിപ്പ് ഇറക്കാനില്ല. എൻ്റെ സ്ഥാനപ്പേര് പറഞ്ഞ് എന്തുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കായി എന്നാണ് മറ്റൊരു ചോദ്യമുള്ളത്. ED പത്രക്കുറിപ്പ് ഇറക്കാറില്ല എന്ന് ആരാണ് ഈ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ, മുൻ മുഖ്യമന്ത്രി കൂടിയായ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ED കൃത്യമായി പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട്. ED കൃത്യമായ തെളിവ് ലഭിച്ചാൽ ആ ലഭ്യമായ തെളിവിനെ സംബന്ധിച്ച് ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടി പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അവർക്ക് ആവശ്യമാണെങ്കിൽ അത് ചെയ്യാറുണ്ട്. ഇത് ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല. ഏതെങ്കിലും കേസിൽ ഒരു ഒരു വിജയൻ എന്ന് മാത്രമല്ല പറയേണ്ടത്, കൃത്യമായി തിരിച്ചറിയണമെങ്കിൽ അത് പിണറായി വിജയൻ എന്ന് തന്നെ പറയണം. അത് പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴെങ്കിൽ അത് പ്രത്യേകതയാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി കേസെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല. അത് ഇല്ലാത്ത ഒരു കുറ്റം ആരോപിച്ച് സ്വയം ബാക്കി ആൾക്കാരുടെ മുമ്പിൽ രക്തസാക്ഷിയാകുവാനുള്ള ഒരു ശ്രമമാണ്. അത് ഒന്നും വിലപ്പോകാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. ഇനി അടുത്ത വേറൊന്നുണ്ട്. വീണ ഇതുവരെയുള്ള അന്വേഷണ ഏജൻസികളോട് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും ഈ സഹകരണം തുടരുവാൻ സന്നദ്ധമാണ്, മടിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കറക്റ്റ്. വീണ വിജയൻ ഈ കേസിൽ കൃത്യമായി ഇതുവരെ അന്വേഷണ ഏജൻസികളോട് സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടും ഒരു സ്ത്രീ ആയതുകൊണ്ടും മാത്രമാണ് ഇതുവരെ ഈ വീണ വിജയനെ ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യാത്തത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് പിണറായി വിജയൻ തന്നെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണെന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ EDക്ക് ഈ കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാവില്ല. അറസ്റ്റ് ചെയ്യും. പക്ഷെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങുകയോ ജയിലിൽ അയക്കുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു വഴി കൂടിയാണ് പിണറായി വിജയൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇനിയും എൻ്റെ മകൾ അന്വേഷണത്തിന് വേണ്ടി വന്നാൽ സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത് ഒരു മുൻ മുഖ്യമന്ത്രിയുടെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളാണ്. അതൊരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് അതിനെ വിശ്വാസത്തിൽ എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തുടർന്നും അന്വേഷണം ഉണ്ടാകുമ്പോൾ വീണ വിജയന്റെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരും. ആ രേഖപ്പെടുത്തുന്നല്ലാതെ ഒരുപക്ഷെ കസ്റ്റഡിയിലൊക്കെ വാങ്ങുവാനോ അല്ലെങ്കിൽ ജയിലിലേക്ക് അയക്കുവാനോ ഉള്ള അവസരം അത് തടയുവാൻ വേണ്ടിയുള്ള ഏതൊരു നിയമജ്ഞന്മാരുടെ ഉപദേശം കൂടി ഈ പത്രസമ്മേളനത്തിൽ ഈ വെളിപ്പെടുത്തലുണ്ട് എന്ന് കരുതുന്നതിലില്ല. പക്ഷെ വലിയൊരു അപകടം വേറെ സംഭവിച്ചിട്ടുണ്ട്. ന്യായീകരിച്ച് വന്ന സമയത്ത് ഉദാഹരിച്ചത് ലാവ്ലിൻ കേസ്. ആ ലാവ്ലിൻ കേസിൽ എന്നെ ഉൾപ്പെടുത്തിയില്ലേ, ഞാൻ മന്ത്രിയാകാൻ സാധ്യതയുള്ളത് കൊണ്ട് എനിക്ക് പൈസ തന്നു എന്നല്ലേ, എൻ്റെ വീട്ടിൽ വന്ന് പൈസ തന്നു എന്നല്ലേ പറഞ്ഞത്. ആ കേസൊക്കെ എന്തായി, അന്വേഷിച്ചിട്ട് എവരെത്തി, എങ്ങും എത്തിയില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. പക്ഷേ ആ കേസിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത്, ആ കേസ് ഇതുവരെ സുപ്രീം കോടതി ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആ കേസ് സുപ്രീം കോടതി പല ഘട്ടങ്ങളിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. 21 പ്രാവശ്യം ഒരു ആ കേസ് മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷേ 21 പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യം പോലും ഒരു CBIയുടെ ഓട് പല കാര്യങ്ങളിലും നിർദ്ദേശം കൊടുക്കുകയും CBI സമയം ചോദിക്കുകയും ചെയ്തപ്പോൾ കേസുകൾ നീട്ടി വെച്ചതല്ലാതെ ആ കേസ് ഇതുവരെ ക്വാഷ് ചെയ്തിട്ടില്ല. ആ കേസ് ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. ആ കേസ് ഉപേക്ഷിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ആ കേസിൽ സബ്സ്റ്റൻസ് ഉണ്ട് എന്നാണ്. അതിൻ്റെ അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ്. എന്തായാലും ആ കേസ് പിണറായി വിജയൻ തന്നെ ഓർമ്മിപ്പിച്ച സാഹചര്യത്തിൽ, ഇപ്പോൾ മുഖ്യമന്ത്രി ഒന്നുമല്ലല്ലോ,
പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ വളരെ സൗകര്യമാണ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ CBIക്ക് ആ കേസ് വീണ്ടും കോടതിയിൽ അതിന് കൂടുതൽ തെളിവുകൾ കൊടുക്കുവാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ലഭ്യമായി കഴിഞ്ഞാൽ അതും നല്ല ഒരു അവസരമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കുളിപ്പിച്ച് കൊച്ചില്ലാതാകുന്ന പരിപാടി പോലെ വാദിച്ചു വന്ന സമയത്ത് സ്വന്തം കേസ് തന്നെ മുന്നോട്ടെടുത്ത് വെച്ചിട്ട് ഒരു പുതിയ അന്വേഷണ സാധ്യതയും സാഹചര്യവും കൂടി തുറന്നിടുകയുമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നെ പിടിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് ആർക്ക് കൊടുക്കുന്ന സൂചനയാണ് എന്നുള്ളതാണ് ഒരു സംശയം. ഇതെല്ലാം അന്വേഷിച്ച് എന്നെ കൊടുക്കുവാൻ വേണ്ടി കുറെ കാര്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, അപ്പൊ എന്നിലേക്ക് ഈ കേസ് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണം കൂടിയാണ് ഈ എൻ്റെ പേര് ഇതിനകത്ത് വരുത്തിയത്, എൻ്റെ സ്ഥാനം ഈ പേര് ഈ EDയുടെ പത്രക്കുറിപ്പിൽ വരുത്തിയത് എന്നൊക്കെയുള്ള വാദങ്ങളും കൂടി പിണറായി വിജയൻ പുറത്ത് പറഞ്ഞിരിക്കുമ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊരു ചെറിയ സംശയം ഉദിക്കുകയാണ്. കാര്യം വീണ വിജയനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി വീട്ടിലെത്തിയപ്പോൾ, പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുവാൻ തയ്യാറാക്കി ഒരുക്കി നിർത്തി അവരെ കൊണ്ട് ആക്രമിപ്പിച്ച പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ ഇപ്പോൾ ഇങ്ങനെയൊരു എന്നെയും കൂടി പിടിക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പറയുമ്പോൾ വീണ്ടും അണികൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് നിങ്ങൾ തയ്യാറായിരുന്നുള്ളൂ എന്നാണെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ എന്ന് വേണം വ്യക്തമാക്കുക. കേസിന്റെ ഗതി അങ്ങനെയാണ് പോകുന്നത്. എന്തായാലും രേഖപ്പെടുത്താതെ പറ്റില്ല വീണ വിജയനെ അറസ്റ്റ് ചെയ്യും, അറസ്റ്റ് ചെയ്യാതിരിക്കില്ല. ആ കൂട്ടത്തിൽ ഭർത്താവ് ആയിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ ഈ കേസിലെ ഇൻവോൾവ്മെന്റ് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് റിയാസ് ആ കേസിൽ പ്രതിയാകുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ എന്നുള്ളത് കാത്തിരിഞ്ഞ് കാണേണ്ടതാണ്. അതുകൂടാതെ ഈ വീണ വിജയന്റെ അച്ഛൻ എന്ന നിലയിൽ പിണറായി വിജയൻ ഈ കേസിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള കാര്യവും കണ്ടറിയേണ്ടതാണ്. ഇതൊക്കെ മുൻകൂട്ടി തടയിടാൻ വേണ്ടിയാണ് ഈ ശ്രമം നടത്തിയിരിക്കുന്നതെങ്കിൽ പാർട്ടി ഇതിനെ എങ്ങനെ കാണുന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാര്യം ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ വലിയ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ പിണറായി വിജയന്റെ പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തുന്നതാണോ എളുപ്പം, അതോ ഈ പ്രതിപക്ഷ നേതാവിനെയും പരിവാരത്തെയും കുടുംബത്തെയും അഴിമതി കേസിൽ സംരക്ഷിക്കുന്നതാണോ പാർട്ടിക്ക് കൂടുതൽ ഗുണകരം എന്നുള്ളത് ആ പാർട്ടി തന്നെ നിശ്ചയിക്കേണ്ടതാണ്. അതിന് വരും കാലങ്ങളിൽ കാണാം. കേസിൻ്റെ പുരോഗതി വൈകാതെ ഈ കേസിൻ്റെ പുരോഗതിയിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ട സാഹചര്യത്തിൽ വന്നിട്ടുമുണ്ട്. കേസ് അങ്ങനെ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ വരും ദിവസങ്ങൾ വളരെ നിർണായകമാണ് എന്ന് മാത്രം പറയാം. വീണ്ടും കാണാം.